നേരത്തെ മറ്റേ പഞ്ചാര ഇട്ട് കലക്കണമെന്ന് പറഞ്ഞതാണോ? ആ അത് തന്നെ, അതാ പറഞ്ഞു കൊടുക്കേ. എന്താ കടയിൽ നിന്ന് തങ്ക പറഞ്ഞാളി. ഏലക്കപ്പൊടിയും പഞ്ചസാര ഇട്ട് ഇത് കലക്കും. ഇതിപ്പോ തികയാത്തത് പൊട്ടിച്ചാ അത് കഴിഞ്ഞല്ലോ, തികയാക്കി കുറച്ചുകൂടെ പൊട്ടിച്ച് കൂട്ടാൻ. ഓ വീണ്ടും പൊട്ടിക്കാൻ. അതെ, നമ്മള് മുട്ട ഇങ്ങനെ എടുത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര. ചേച്ചിയുടെ പേരെന്താ ചേച്ചി? തങ്കമണി. എത്ര ആളാ ഇവിടെ? 24 വർഷം. 24 വർഷമായിട്ടുണ്ട്. തുടങ്ങിയപ്പോ മുട്ട പതപ്പിക്കുന്ന നോക്കിയാ കറക്റ്റ് കലക്കണത്. എന്ത് സ്പീഡാണ് അത്! പുറത്തു പോകണില്ല അങ്ങനെ എക്സ്പീരിയൻസ്. നമ്മളിപ്പോ പാവ് അല്ലേ, ഇറച്ചിപ്പാവ്. ഇത് ഇങ്ങനെ പെട്ടെന്ന് കൊറേ കോഴി ഇറച്ചിപ്പാവ്. ഇത് ഇങ്ങനെ പെട്ടെന്ന് കുറെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാര്യം അത്രയ്ക്ക് തിരക്കാണ്, സംഭവങ്ങൾ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ സൈഡും പൊരിച്ചെടുക്കുമല്ലേ? 4 ഭാഗം അങ്ങനെ മറിച്ചിടും, അല്ലാതെ മുട്ട ഉറക്കൂലല്ലോ. അതെ, എല്ലാ ഭാഗത്തേയും പച്ച മുട്ട ആയി പോവില്ല മറ്റേത്. അമ്മ അടുത്ത് എന്തിനാ ഇലയട ഉണ്ടാക്കാൻ? അപ്പൊ തങ്കമണി ചേച്ചി ഇത് ഇവിടെ നടക്കട്ടെ, ഞാൻ അവിടെ ഇലയട ഉണ്ടാക്കിയിട്ട് വരാം. നമുക്ക് ഇലയടയ്ക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഇത്ത ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എന്തിരി മെഷീൻ കൈകളുള്ള ചേച്ചി ഇവിടെ പെട്ടെന്ന് നമ്മള് ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ളത് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ത അവിടെ റാണിയായിട്ട് ഇരിക്കുവാണോ എന്ന് ഞാൻ ചോദിച്ചു, അല്ലാണ്ട് ഇങ്ങോട്ട് വരുമില്ലെന്ന് ചോദിച്ചപ്പോഴാണ്. നമ്മുടെ ഇത്തയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ്? പുഡിംഗ് ആണ് മെയിൻ ആയിട്ട്. കേക്ക് ഉണ്ടാക്കാം. അവിടെ കണ്ട് ചെറുത് ഉമിച്ച് പറഞ്ഞാർന്നു. വേറെ എന്തൊക്കെയാണ് നമ്മൾ ഇവിടത്തേക്ക് കൊടുക്കുന്ന? റംസാൻ ആണ്. ചില പീരീഡ്സിൽ ചില സമയത്ത് മാത്രമേ നമ്മുടെ തട്ടിലേക്ക് ഇറങ്ങാറുള്ളൂ. റംസാന്റെ ടൈമിലൊക്കെയാണ് വന്നത്. എന്തൊക്കെയാണ് അപ്പോ? കിളിക്കൂട്. അതാണ് ഞാൻ അവിടെ കണ്ടത്. നോമ്പിലെ റാണിമാർ എന്നും പറഞ്ഞിട്ട് നമ്മൾ പത്രത്തിൽ കണ്ടില്ലേ? അത് നോമ്പിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാണ്ട് കൊടുക്കത്തില്ല. ബൾക്ക് ഓർഡറാണ് ചെയ്ത് കൊടുക്കല്ലേ? അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. ഇലയട ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ മാവ് കുഴച്ചത് പരത്തിട്ട് ഇത് മിക്സ് എന്തൊക്കെയാണ്? അത് തേങ്ങ, നേന്ത്രപ്പഴം, പഴം, ഏലക്കപ്പൊടി, പിന്നെ ഈ മറ്റേ മുന്തിരി, ഇതെല്ലാം കൂടെ പഞ്ചസാര എല്ലാം കൂടെ ഒലത്തലാണ്. നെയ്യിൽ തേങ്ങാപ്പീരല്ല, തേങ്ങയാണോ? ആ പീരൊന്നല്ല, തേങ്ങ ചിരണ്ടി. അത് ശരി. തേങ്ങാപ്പീര നമ്മുടെ അവിടെ തേങ്ങാപ്പീര, തേങ്ങ ചിരണ്ടിയത്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കും. അതാണ്. അതിന് ശേഷമാണ് ഈ പൊടി. തിന്നോക്കി, നല്ല നെയ്യും മധുരവും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കി തീർന്ന് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. ഇത് നമ്മള് എത്ര മണിക്ക് തുടങ്ങും ശരിക്കും? രാവിലെ ഇവരൊക്കെ ഇവിടെ 9:30 കഴിയും എത്താൻ. ഇവിടെ 10 മണിക്കാവും. 10 മണിക്ക് തുടങ്ങും. രാവിലെ എന്തൊക്കെയാ കൊടുക്കുന്നത്? ഒന്നുമില്ല, രാവിലെ നാസ്ത ഇല്ലല്ലോ. ഉച്ചക്ക് 1 മണിയാ സ്റ്റാർട്ടിങ്. 12:45 നാസ്ത ഇല്ല, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. 12 മണി 1 മണിക്കാണ് 12:45 സ്റ്റാർട്ടിങ്. 12:30 ബിരിയാണി ഒക്കെ ഉണ്ടാവും. 12:30 മുതലേ ഉണ്ടാവും. 12:30 മുതലേ ഉണ്ടാവും. അപ്പൊ പണികള് നേരത്തെ രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പണി 10 മണിക്ക് തുടങ്ങുള്ളൂ. സാധനമൊക്കെ അന്നന്ന് വാങ്ങി ആക്കുന്നത്. അങ്ങനെ. അപ്പൊ വൈകുന്നേരം എത്ര മണിയുണ്ട്? രാത്രി 10:30 വരെ. വൈകുന്നേരം ഇത് സംഭവങ്ങൾ തന്നെ വീണ്ടും ഉണ്ടാക്കി ഇവര് ഒരു 5 മണിയായ പോവും. നമ്മൾ ഉണ്ടാക്കി വെച്ചത് മാത്രം ചൂടാക്കി കൊടുക്കും. ബിരിയാണി, കോഴിന്റെ എല്ലാ കറികളും, മട്ടൻ്റെത് എല്ലാം ഉണ്ടാവും. പല ഐറ്റംസും ഉണ്ട്. കോഴി മസാല, കോഴി സ്റ്റൂ, കോഴി ബിരിയാണി, കോഴി പൊരിച്ചത്, കോഴി നിറച്ചത്, ഇതൊക്കെ പറയണ കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. അതെ, എല്ലാം. മട്ടൻ്റെ അതുപോലെ മട്ടൻ ബിരിയാണി, മട്ടൺ സ്റ്റൂ എല്ലാം. മീനും അതുപോലെ സ്പെഷ്യൽ ആയിരിക്കും. മീൻ ബിരിയാണി, മീൻ സ്റ്റൂ, മീൻ മസാല.
എത്തി. ഉമ്മ വേറെ കാര്യം ചോദിക്കാനല്ലേ, സാധാരണ ഈ കടകളിലൊക്കെ നമ്മൾ കാണുമ്പോഴും ഭൂരിഭാഗം പേരും ജോലി എടുക്കുന്ന എല്ലാവരും ആണുങ്ങളായിരിക്കും, കിച്ചന്റെ ഉള്ളിലായാലും പുറത്തായാലും. പക്ഷെ ഇവിടെ കിച്ചന്റെ പുറത്ത് മാത്രമേ ആണുങ്ങളെ കാണുന്നുള്ളൂ, ഇവിടെ മൊത്തം പെണ്ണുങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഞങ്ങൾ തുറന്ന കാലത്തെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതേ അതാണ്, ഞങ്ങൾക്ക് ആണുങ്ങൾ വേണ്ട പണിക്ക് ഉള്ളില് പെണ്ണുങ്ങൾ മതി. ഉള്ളില് ഇവിടെ അടുക്കളന്റെ ഉള്ളില് പെണ്ണുങ്ങളാണ് നല്ലത്, എന്നാലോ ടേസ്റ്റ് നന്നാവുള്ളൂ. അതാണ് പെണ്ണുങ്ങളുടെ എന്താ പറയാ കൈപുണ്യം വേറെ എങ്ങനെ പറയാ. അതുകൊണ്ട് പെണ്ണുങ്ങൾ തന്നെ മതി എന്നാണ്. ഇവിടെ ശോഭേശി നിക്കാൻ പറ്റാത്ത ഉപ്പ് പാകത്തിന്, ആ മസാലക്ക് പാകത്തിന് ഉപ്പ്, ഉപ്പ് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരപ്പൊടി, ഒരു നുള്ളി ഗരം മസാലപ്പൊടി, ഇച്ചിരി മതി ഗരം മസാല, അത് മുളക് പൊടി. ആ അതാണ് ഇതാണ് ഗരം മസാല. ഓ അതൊരു നുള്ളി. ഓ അത് മതി, അതാണ്. പിന്നെ ഒരു ലേശം പൊടി ഇടും, അരിപ്പൊടി. ഇനി അത് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ലൂസാക്കും. അപ്പൊ ഇത് പുരട്ടി എണ്ണയിലിട്ടിട്ട് പൊരിക്കല. അതിന്റെ ഇടയ്ക്ക് ഉമ്മ അതിന്റെ ഇടയ്ക്ക് ഇവിടെ സമൂസ ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ്. അത് കലക്കാൻ പോയ സമയത്ത് ഇവിടെ സമൂസ ഉണ്ടാക്കാനും തുടങ്ങി. ചേച്ചി വിളിച്ചൂടെ? ഇത് എന്ത് സമൂസ? ബീഫ് സമൂസ. ബീഫിന്റെ മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഇതെന്ത് റൊട്ടിയാണോ? മൈദ പരത്തി ചുട്ടെടുക്കുന്നത്. കല്ലിൽ ഇട്ട് ചുട്ടെടുത്ത മൈദ റൊട്ടിയാണ് അത്. അതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പോൾ നമ്മൾ ബീഫ് മസാല ഒക്കെ ഇട്ട് വഴറ്റിയെടുത്താണ്. മൈദ പശ, അതായത് മൈദ ഒന്ന് കലക്കിയത് ഒന്ന് തൊട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും എടുക്കാമല്ലോ. അതെ ഇങ്ങനെ കണ്ട കറക്റ്റ് ഷേപ്പിൽ സമൂസ, പൊരിക്കാത്ത സമൂസ ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കും.